എന്ത് ഒരു മെഷീൻ വാങ്ങിച്ചാൽ 4 മെഷീൻ തരുമെന്നോ? എന്ത് ആ മെഷീന് 10,000 രൂപ ഓഫർ എന്നോ? എന്ത് ഈ മെഷീന് മെയിൻ്റെനൻസ് ഇല്ലേ? അതെങ്ങനെ? ഈ മെഷീന് 5 വർഷത്തെ വാറണ്ടിയോ? അപ്പോ നമസ്കാരം, ഇന്ന് നമ്മൾ എന്താണ് നോക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചാഫ് കട്ടർ, ഷ്രെഡിങ്, സൈലേജ്, ഫീഡ് മിക്സർ, പൾവറൈസർ, ഈ 5 കാര്യങ്ങളും ചെയ്യാൻ പോകുന്ന ഒരു മെഷീൻ. നിങ്ങളൊരു ഫാം വെച്ചിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം ഉറപ്പായിട്ടും അറിയണം. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരുന്നാൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ ഫാം നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ ഒരു വീഡിയോ നമ്മൾ ഇൻഫർമേഷന് വേണ്ടി എടുക്കുന്ന വീഡിയോ ആണ്, അല്ലാണ്ട് സെയിൽസിന് വേണ്ടി എടുക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ഫുൾ ആയിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നിങ്ങളൊരു മൾട്ടിപർപ്പസ് ചാഫ് കട്ടറാണ് നോക്കുന്നതെങ്കിൽ എന്തൊക്കെ നോക്കി വാങ്ങിക്കണം, എന്തൊക്കെ കാര്യങ്ങൾ നോക്കണം എന്നുള്ളതാണ് ഈ വീഡിയോയിൽ ഞാനിന്ന് പറഞ്ഞുതരാൻ പോകുന്നത്. ഒരു ചാഫ് കട്ടറിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ബ്ലേഡ്. അത് ഡബിൾ സൈഡ് ഷാർപ്പനിങ് ബ്ലേഡാണ് കൊടുത്തിട്ടുള്ളത്, നോക്കി വാങ്ങിക്കുക. ഇപ്പോൾ ഒരു സൈഡ് മാത്രമാണ് ഷാർപ്പ് ചെയ്തിട്ട് ബ്ലേഡാണ് നിങ്ങൾ വാങ്ങിക്കുന്നതെങ്കിൽ അത് 6 മാസത്തേക്ക് മാത്രമേ നിൽക്കത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് 2 സൈഡ് ഷാർപ്പിംഗ് ചെയ്ത ബ്ലേഡ് ആണെങ്കിൽ അത് 1 വർഷത്തേക്ക് വരെ നീണ്ടു നിൽക്കും. ഇപ്പോൾ എന്ത് തന്നെ നോക്കിയാലും നമ്മുടെ ചൈനീസ് ബ്ലേഡിൽ വന്നിട്ട് ഡബിൾ സൈഡ് ഷാർപ്പനിങ് ആണെങ്കിലും ഒരു ഹെവി ആയിട്ടുള്ള തെങ്ങും പട്ട അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ അത് ഡാമേജ് ആകും. എന്നാൽ അത് തന്നെ നമ്മുടെ ഹാർഡനിങ് ചെയ്ത ബ്ലേഡ് നോക്കുവാണെങ്കിൽ അത് തേയ്മാനം മാത്രമേ വരത്തുള്ളൂ, ഷാർപ്പനിങ് ചെയ്തെടുത്താൽ മതി, ഡാമേജ് ഒന്നും വരത്തില്ല. അതുകൊണ്ട് തന്നെ ലൈഫ് നന്നായിട്ടുണ്ടാവും. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് മോട്ടറാണ്. മോട്ടർ നിങ്ങൾ നോക്കുമ്പോഴത്തേക്കും കോപ്പർ വൈൻഡിങ് ചെയ്ത മോട്ടർ തന്നെയാണ് കൊടുത്തേക്കണേ നോക്കുക. ചില സ്ഥലങ്ങളിൽ അലൂമിനിയം വൈൻഡിങ് ആയതുകൊണ്ട് തന്നെ ലോ കോസ്റ്റ് ആയിരിക്കും കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ കോപ്പർ വൈൻഡിങ് മോട്ടർ തന്നെ നോക്കി വാങ്ങിക്കുക. അത് മാത്രമല്ലാണ്ട് വാറണ്ടി കൊടുക്കുന്നുണ്ടാന്ന് നോക്കുക. ഇതിപ്പോൾ കോപ്പർ വൈൻഡിങ് അല്ലെങ്കിൽ അവർ വാറണ്ടി കൊടുക്കത്തില്ല, കോപ്പർ വൈൻഡിങ് ആണ് കൊടുക്കുന്നതെങ്കിൽ മാത്രമാണ് വാറണ്ടി കൊടുക്കുന്നത്. മൂന്നാമത് നമ്മൾ നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വാങ്ങിക്കുന്ന ചാഫ് കട്ടർ ഓൺ മാനുഫാക്ചറിങ് കമ്പനിയിൽ നിന്നാണോ വാങ്ങിക്കുന്നത് നോക്കുക. അങ്ങനെ വാങ്ങിച്ചാൽ മാത്രമാണ് നിങ്ങൾക്ക് സർവീസ് ആണെങ്കിലും സ്പേസ് ആണെങ്കിലും കിട്ടത്തുള്ളൂ. അതുകൊണ്ട് തന്നെ മാക്സിമം ഓൺ മാനുഫാക്ചറിങ് കമ്പനിയിൽ നിന്ന് തന്നെ വാങ്ങിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് സർവീസ് സ്പേസ് സൂപ്പറായിട്ട് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ നമ്മളൊരു ചാഫ് കട്ടർ എങ്ങനെ വാങ്ങണമെന്ന് നോക്കി. ഇനിയിപ്പോൾ നമുക്ക് ഏത് കമ്പനിയിൽ നിന്ന് എന്തൊക്കെ അറിഞ്ഞത് വാങ്ങണമെന്ന് നോക്കാം. നമ്മുടെ ബ്ലേഡിന് വരുമ്പോഴത്തേക്കും നമ്മൾ 5 വർഷത്തെ വാറണ്ടിയാണ് കൊടുക്കുന്നത്. അത് ഹാർഡനിങ് ഡബിൾ സൈഡ് ഷാർപ്പനിങ് ബ്ലേഡാണ് കൊടുക്കുന്നത്. അത് മാത്രമല്ല നമ്മൾ മോട്ടറിന് 1 വർഷത്തെ വാറണ്ടിയാണ് കൊടുക്കുന്നത്. അത് കോപ്പർ വൈൻഡിങ് ആണ്, അതുകൊണ്ട് തന്നെ ലൈഫ് സൂപ്പർ ആയിട്ട് ഉണ്ടാവും. അത് മാത്രമല്ലാണ്ട് നമ്മുടെ കമ്പനി വന്നിട്ട് ഓൺ മാനുഫാക്ചറിങ് കമ്പനിയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എപ്പോൾ വിളിച്ചു കഴിഞ്ഞാലും സർവീസ് ആണെങ്കിലും സ്പെയർസ് ആണെങ്കിലും നമ്മുടെ എപ്പോഴും അവൈലബിൾ ആണ്. അത് മാത്രമല്ലാണ്ട് നമ്മൾ 5D ചാഫ് കട്ടർ വരുമ്പോഴത്തേക്കും 0 മെയിൻ്റനൻസ് ആണ് വരുന്നത്. ശരിയാണ്, നമ്മുടെ MDFന്റെ 5D ചാഫ് കട്ടർ വന്നിട്ട് 0 മെയിൻ്റനൻസ് ആണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിൽ ഇൻബിൽഡ് ലൂബ്രിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഗ്രീസിൻ്റെ ഒന്നും ആവശ്യം വരുന്നില്ല. അപ്പോൾ ഈ 5D ചാഫ് കട്ടർ നിങ്ങൾ MDF തന്നെ വാങ്ങിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഞാൻ ഈ പറഞ്ഞ ഫീച്ചേഴ്സ് എല്ലാം നിങ്ങൾ ഉണ്ടോ എന്ന് അറിഞ്ഞിരിക്കണം, നല്ലതായിരിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഫീച്ചേഴ്സ് എല്ലാം ഇപ്പോൾ MDFലുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ MDF തന്നെ വാങ്ങിക്കണമെന്നാണ് ആഗ്രഹമെങ്കിൽ നമ്മളിപ്പോൾ 10,000 രൂപ ഓഫർ കൊടുക്കുന്നുണ്ട്. അത് മാത്രമല്ലാണ്ട് ആദ്യം വിളിക്കുന്ന 50 പേർക്ക് നമ്മൾ EMIയിലാണ് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ മെഷീൻ ബുക്ക് ചെയ്യണം അല്ലെങ്കിൽ മെഷീനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ഉടനെ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ മതി. നമ്മുടെ എക്സിക്യൂട്ടീവ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്.